പുതിയ സർക്കാർ വന്നതിന് ശേഷം ചർച്ച ചെയ്യപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്ന് പ്രിയദർശിനി പദ്ധതി. അതായത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഓർഡിനറി ബസ്സുകളിലാണ് ഇത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ആകുന്നതിന് മുന്നേ തന്നെ നേരത്തെ ഇങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന്. പക്ഷേ അത് പിന്നീട് വന്നപ്പോഴത്തേക്ക് അത് ഓർഡിനറി ബസ്സുകളിലാണ് എന്നുള്ള രീതി വന്നു. പിന്നെ അതിന്റെ ഡേറ്റിൽ ഒരു കൺഫർമേഷന്റെ കാര്യത്തിൽ ഒക്കെ ഒരു ചെറിയ അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്കലാപ്പ് എന്ന് പറഞ്ഞാൽ സർക്കാർ കയറിയതിന് ശേഷം തീരുമാനം എടുക്കാനുള്ള സമയം. അതിൻ്റെ ഇടയിൽ കൂടെ മറ്റു പാർട്ടികൾ തമ്മിൽ ഇതിനെതിരെ പ്രശ്നങ്ങൾ, ഇവർ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പ്രിയദർശിനി പദ്ധതി പ്രാവർത്തികമാക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതൊരു നീണ്ട ഒരു വീഡിയോ ആണ്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. CPM-കാരൻ കൈ കാണിച്ചിട്ട് കേരളം നിർത്താതെ പോയതിന് പാവപ്പെട്ട KSRTCയുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇന്നലെ നടപ്പിലാക്കിയതിനു ശേഷം ഒരു വശത്ത് CPM-കാരൻ്റെ അലമുറ ഇട്ടുകൊണ്ടുള്ള നിലവിളി, മറ്റൊരു വശത്ത് സമരമെന്ന് പറഞ്ഞുകൊണ്ടുള്ള BJP-കാരൻ്റെ കോമഡി ഷോ. ഇതിനെല്ലാം ഇടയിലൂടെ നിശ്ചയദാർഢ്യത്തോടെ ആ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ പിണറായി 3.0 നടപ്പിലാക്കാൻ വേണ്ടി കാശ് വാങ്ങി കൊട്ടേഷൻ എടുത്തിട്ട് ജനങ്ങൾ 3.0 ആക്കി മാറ്റിയ മാധ്യമപ്രവർത്തകരുടെ കുത്തിത്തിരിപ്പ് വേറെ. UDF-ന്റെ സർക്കാർ ചുമതല ഏറ്റെടുത്ത് രണ്ടാമത്തെ ദിവസം മുതൽ CPM-ഉം CPM-ന്റെ മാധ്യമപ്രവർത്തകരും BJP-കാരും ഒന്നിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ നിങ്ങൾ വാക്ക് പറഞ്ഞ കേരളത്തിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി? ഒന്ന് ആലോചിച്ചു നോക്കണം. 2021 തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കേരളത്തിലെ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 2026 ചുമതല ഒഴിയുന്നത് വരെ ആ പണം വർദ്ധിപ്പിക്കാതിരുന്ന വിജയനോട് ഒരാൾ പോലും ആ ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നിട്ടും ശ്രീ VD സതീശനോട് ചോദിക്കുമ്പോൾ ചുമതല ഏറ്റെടുത്ത് 27ാമത്തെ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ നാടിനോട് പറയുകയാണ്, ഞങ്ങൾ വാക്ക് നൽകിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇതാ നടപ്പിലാക്കിയിരിക്കുന്നു. അത് നടപ്പിലാക്കിയതിനു ശേഷവും ഒരർത്ഥവുമില്ലാത്ത കുറേയേറെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി CPM കടന്നു വരികയാണ്. അതിൽ ഏറ്റവും ചൈൽഡിഷായി തോന്നിയ ആരോപണം ഇന്ന് ഉന്നയിച്ചത് CPM-ന്റെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും മറ്റോ ആണെന്നാണ് തോന്നുന്നത്. കാരണം ഡൽഹിയിലൊക്കെ പോകുമ്പോൾ അവർ കോട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ പറഞ്ഞത് അത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി അത് 9 മണി തൊട്ട് എന്നുള്ളത് രാവിലെ 6 മണി തൊട്ടായി പുനഃക്രമീകരിക്കണം. ആദ്യം പ്രവർത്തകർ പറഞ്ഞു ഇതിന് സമയമൊന്നുമില്ലല്ലോ ടീച്ചറെ. അപ്പോൾ ഒരു ചളുപ്പും ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ. ഇതുപോലെയാണ് CPM-കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ജനങ്ങൾ പൊളിച്ചെടുക്കുമ്പോൾ ഒരു ഉളുപ്പും ചളുപ്പും ഇല്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് CPM-കാർ ചെയ്തിരിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ CPM-കാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, ഇതാകെ 4-3-7 ബസ്സല്ലേ ഉള്ളൂ, അതൊരു തട്ടിപ്പല്ലേ, ജനങ്ങളെ പറ്റിച്ചതല്ലേ എന്നാണ്. സത്യം അതാണ്. ചില കണക്കുകൾ പരിശോധിക്കാം. കേരളത്തിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ആകെ ബസ്സുകൾ 5765. അതിൽ തന്നെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം 3125. അതായത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ലഭിക്കുവാൻ പോകുന്നത് 3125 ബസ്സിലാണ്. 4-3-7 ബസ്സല്ല കേട്ടോ. ഇത് ശതമാനം എടുക്കുമ്പോൾ കേരളത്തിലെ ആകെ KSRTC ബസ്സുകളുടെ 55% സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുവാൻ പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതിയല്ലേ, ഫ്രീ ബീസ് അല്ലേ, ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി, ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, ശക്തമായ സ്ത്രീ ശാക്തീകരണം ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. അതായത് സ്ത്രീകൾ ഇപ്പോൾ യാത്ര ചെയ്യുവാൻ വേണ്ടി ചിലവഴിക്കുന്ന തുക അതവർക്ക് സേവ് ചെയ്യുവാൻ കഴിയും. അത് മറ്റ് ക്രയവിക്രയങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വയം. രാഹുൽ ഇതിൽ കുറേ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യമാണ്, KSRTC മൊത്തത്തിൽ കടത്തിലാണ്. അപ്പം ഈ കടത്തിൻ്റെ മേളിൽ പിന്നെയും കടം. അപ്പം ഈ ഒരു നഷ്ടക്കച്ചവടം എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള വ്യക്തമായ ഉത്തരം ഉണ്ട്. കാരണം സർക്കാരിൻ്റെ സംവിധാനമാണ്, സർക്കാർ സർവീസാണ്, അതായത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലാഭനഷ്ട കണക്കുകൾ നോക്കേണ്ടതുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു കണക്കിന് നോർമലി നമ്മളൊരാൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ശരിയെ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ നേരത്തെ തന്നെ ഇതായിട്ടുള്ളതാണ്. ആ ഒരു സംവിധാനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെ ഇത് നഷ്ടമാണ് എന്ന് പറയുന്നത്. ഈ നഷ്ടത്തെക്കുറിച്ച് പോലും അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ സേവ് ചെയ്യുന്ന ഈ പണം വീടുകളിലേക്ക് എത്തും. അപ്പോൾ അവിടെ വേറൊരു ചോദ്യം, പുരുഷന്മാർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, അതായത് ഇങ്ങനെയുള്ള ഫ്രീ സർവീസ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അതിനൊക്കെയുള്ള മറുപടി ഒരല്പം കടന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും രാഹുൽ പറഞ്ഞപ്പോഴും ഇതാണ്, സ്ത്രീകൾക്ക് കൊടുക്കുന്ന സൗജന്യം ആ പണം സേവ് ചെയ്ത് അത് ഇത്ര രൂപയിലധികം
വീടുകളിലേക്ക് എത്തുന്നു, അത് അത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റുന്നു എന്നാണ്. എന്നാൽ ഈ സ്ഥാനത്ത് പുരുഷന്മാർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് സർക്കാരിലേക്ക് തന്നെ കറങ്ങിയെത്തും എന്നാണ് പറയുന്നത്. കാരണം അത് മദ്യപാനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അത് നേരെ സർക്കാരിലേക്ക് എത്തും. അത് പുരുഷന്മാരെ സംബന്ധിച്ച് നഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ പറയുന്നു. പക്ഷെ ആകെ മൊത്തത്തിൽ നോക്കിയാൽ ഈ ഒരു സർവീസ് വളരെ നല്ലതാണ്. കാരണം സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സിനും ഇതൊരു ഈ ഒരു സംവിധാനം ഉപകരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇത്ര കോടി രൂപ, അതായത് KSRTC നഷ്ടത്തിലാണ്. ഇനി വീണ്ടും നഷ്ടത്തിലാവും. അതായത് ഈ വീണ്ടും സൗജന്യം കൊടുക്കുന്നതനുസരിച്ച് വീണ്ടും നഷ്ടത്തിലാവുന്നതിനനുസരിച്ച് ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതിനൊക്കെയുള്ള ഉത്തരം വീണ്ടും സംസാരിക്കാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ശാക്തീകരണം ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. അതായത് സ്ത്രീകൾ ഇപ്പോൾ യാത്ര ചെയ്യുവാൻ വേണ്ടി ചിലവഴിക്കുന്ന തുക അതവർക്ക് സേവ് ചെയ്യുവാൻ കഴിയും. അത് മറ്റ് ക്രയവിക്രയങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ സ്ത്രീ ശാക്തീകരണം നടപ്പിലാകുന്നു. ഇതിന് പിന്നിലൊരു പാരിസ്ഥിതിക ലക്ഷ്യമുണ്ട്. ഇപ്പോൾ സ്കൂട്ടറിലുമൊക്കെയായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സൗജന്യ യാത്രാ പദ്ധതി വരുമ്പോഴത്തേക്കിന് KSRTC കൂടുതലായി പൊതുഗതാഗതത്തെ കൂടുതലായി ആശ്രയിക്കും. അങ്ങനെ റോഡിലെ തിരക്ക് കുറയ്ക്കുവാൻ കഴിയും, അതുപോലെ തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കുവാൻ കഴിയും. അപ്പോൾ ഇതിന് പാരിസ്ഥിതികമായ മാനങ്ങളുമുണ്ട്. ഇങ്ങനൊരു സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ മാത്രം ആളുകൾ ബസ്സിൽ കയറുന്നു എന്ന് ചോദിച്ച ചില ആളുകളുണ്ട്. അവരോട് പറയാനൊരു കണക്കുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച കേരളത്തിൽ ആകെ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 6.9 ലക്ഷമായിരുന്നു. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയ ഇന്നലെ തിങ്കളാഴ്ച യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 9.62 ലക്ഷമാണ്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം സ്ത്രീകളുടെ യാത്രയിലാണ് വർധനമുണ്ടായിരിക്കുന്നത്. ഇനി ഇന്നലത്തെ ദിവസം മാത്രം കേരളത്തിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ സേവ് ചെയ്യുവാൻ പറ്റിയ തുക 1.43 ലക്ഷമാണ്. ഒറ്റ ദിവസം 1.43 രൂപ കേരളത്തിലെ സ്ത്രീകൾക്ക് സേവ് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വർഷം എത്ര കോടിയാണ് എന്ന് നിങ്ങൾ സ്വയം കണക്ക് കൂട്ടി നോക്കും. ഈ ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ആകെ 10 കിലോമീറ്ററൊക്കെ ഓടുന്ന ചെറിയ ലോക്കൽ ബസ്സുകളല്ലേ. ഇതൊരു തട്ടിപ്പല്ലേ? ദീർഘദൂര യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ളതായിരുന്നു മറ്റൊരു കുത്തിത്തിരിപ്പ് ചോദ്യം. അതിന് മറുപടിയുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഓർഡിനറി ബസ് ഉണ്ട്. ഏതാണ്ട് 132 കിലോമീറ്ററാണ് ആ ബസ് യാത്ര ചെയ്യുന്നത്. അതിലെ യാത്ര തികച്ചും സൗജന്യമാണ്. അതല്ല എങ്കിൽ ഏതാണ്ട് 120 രൂപയ്ക്കടുത്താണ് അതിൻ്റെ ടിക്കറ്റ് സാധാരണഗതിയിലാകുന്നത്. അപ്പോൾ അതിൽ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഒരു ദിവസം ലാഭിക്കുവാൻ കഴിയുന്നത് 240 രൂപയാണ്. ഇത് ലാഭമല്ലേ? മാത്രമല്ല, ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ബസ്സുകൾ വരും, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി വരും, ഫെയർ സ്റ്റേജ് ഓർഡിനറി ബസ്സുകൾ വരും, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകൾ വരും, ഗ്രാമവണ്ടികൾ വരും, ടൗൺ ടു ടൗൺ ബസ്സുകൾ വരും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഏതെങ്കിലും റൂട്ടിൽ ബസ്സുകളില്ല എങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഗ്രാമവണ്ടികൾ ആരംഭിക്കാം. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുവാനുള്ള ഏതൊരു റൂട്ടിലേക്കും ബസ്സുകൾ എത്തിക്കുവാൻ KSRTC തയ്യാറാണ് എന്നും KSRTC മന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം എവിടെ നിന്നോ കുറെ കണക്കും കാര്യങ്ങളും എല്ലാം എവിടെ നിന്നോ ആണെന്ന് അത് നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ തർക്കിക്കാം. ഒറിജിനൽ ആകാം, അല്ലെങ്കിൽ തട്ടിക്കൂട്ടാകാം. അത് പലർക്കും പല വേർഷൻസ്. ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമാണ്. രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ പറയുന്ന കണക്കുകളൊക്കെ വ്യക്തമായിട്ടും അന്വേഷിച്ചറിഞ്ഞതിനു ശേഷം എടുത്തൊരു കണക്കുകളായിട്ടാണ് തോന്നുന്നത്. ഇതിൽ തർക്കമുള്ളവർക്ക് തർക്കിക്കാം, അല്ലാത്തവർക്ക് ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എടുക്കാം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷേ ഈ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോർമലി കണ്ട സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യം. പിന്നെ ഈ കടം എന്ന് പറയുമ്പം കടത്തിന്മേൽ കടം എടുത്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ നികത്താം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പം അദ്ദേഹം പറയുന്നത് എന്താ പറയുന്നത്, ഇങ്ങനെ സർവീസുകൾ കൂടുമ്പോൾ ഇന്നലെ മറ്റോ വേണ്ട 6 ലക്ഷം നോർമൽ ദിവസം 6 ലക്ഷത്തിൽ ചിലവാനം ആളുകൾ കയറുന്ന സർക്കാർ, അതായത് KSRTC ബസ്സിൽ ഏകദേശം 9 ലക്ഷം പേരോ മറ്റോ ഈ പദ്ധതി വന്നതിന് ശേഷം കയറിയെന്നാണ് പറയുന്നത്. സ്ത്രീകൾ 9 ലക്ഷത്തിൽ പരം സ്ത്രീകൾ വണ്ടിയിൽ കയറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവഴി ഇവരെല്ലാം ടിക്കറ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ പണം കൊടുക്കുന്നില്ല. കാരണം എത്ര പേര് കയറി എത്ര രൂപ ആയി എന്നുള്ള കണക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് എടുക്കണം, ഈ മെഷീനിൽ റീഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കണക്ക്, ഈ ഒരു കടം എങ്ങനെ തീരുമെന്ന് ചോദിച്ചപ്പോൾ അത് സർക്കാർ ഇതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്ന പണമുണ്ട്. KSRTCയിൽ ഇങ്ങനെ സൗജന്യം കൊടുക്കുമ്പോൾ അതിലേക്ക് കൊടുക്കുവാൻ വേണ്ടി ആ നഷ്ടം നികത്താൻ കൊടുക്കുന്ന ഒരു തുക നീക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ആ നീക്കി വെച്ച തുകയാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ വീണ്ടും കടം,
കടം എന്ന് പറയുമ്പോൾ കുമിഞ്ഞു കൂടുകയാണ്. പക്ഷേ ഇതിനെല്ലാം ബദലായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ കാണാതിരിക്കത്തില്ല. കാരണം പുതിയ സർക്കാരിന്റെ പുതിയ പുതിയ കുറെ പ്ലാനുകൾ, എന്താ പറയാ, അവരെന്തൊക്കെയാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചൊരു ഐഡിയ ഒക്കെ നേരത്തെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ പ്രകാരം അവർക്ക് ഇതെല്ലാം നഷ്ടം നീക്കാം എന്ന ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്നൊരു തീരുമാനം ഉണ്ട്. ആ ഒരു തീരുമാനത്തെ തുടർന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നത്. നല്ല കാര്യങ്ങളാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് കിട്ടുന്ന സേവനം, ഈ സേവനം മാക്സിമം സ്ത്രീകൾ ഉപയോഗിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ, അതായത് പ്രൈവറ്റ് ബസ് ഓടുക എന്ന് പറയുമ്പം തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങളും നോക്കണമല്ലോ. പ്രൈവറ്റ് ബസ്സുകാരെ കുറിച്ച് ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് അറിയാവുന്ന കുറച്ച് ബസ് ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് എല്ലാ ദിവസവും ലാഭത്തിലൊന്നും അല്ല, ചില ദിവസങ്ങളിൽ നഷ്ടത്തിലായിരിക്കും. എങ്കിലും അവരൊരു സർവീസ് എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് ബസ് ഓടിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒരു പദ്ധതിയും കൂടെ വരുമ്പോൾ സ്ത്രീകൾ വണ്ടിയിൽ കയറും. സാധാരണഗതിയിൽ പുരുഷന്മാരെക്കാൾ എനിക്ക് തോന്നുന്നു കുറേയും കൂടെ സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപോലെ ആശ്രയിക്കുന്ന വണ്ടിയാണ്. സ്ത്രീകളുടെ എണ്ണം ഗണ്യമായി കുറയുമ്പോൾ ഇവരുടെ വരുമാനത്തിൽ എന്താ പറയുന്നത് കുറവുണ്ടാകും. അപ്പോൾ അത് വീണ്ടും സ്വകാര്യ ബസ്സുകൾക്ക് അത് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അവരെയും കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. അവർക്ക് എന്താണ് അവരെ പരിഗണിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് സ്ത്രീകൾക്ക് നല്ലൊരു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു കാര്യം വരുമ്പോൾ മറ്റേ സൈഡിൽ കുറേ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന സർവീസുകൾ, ഒരു സ്ഥാപനം നടത്തുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നഷ്ടത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇവിടെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ KSRTC നഷ്ടത്തിൽ ഓടിക്കുക, വീണ്ടും നഷ്ടത്തിലേക്കാകുമ്പോൾ അവിടെ ഒരു ശകലമെങ്കിലും ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാർ കൂടുതൽ നഷ്ടത്തിൽ പോകുന്നു. അപ്പോൾ ഇവരും നഷ്ടം അവരും നഷ്ടം എന്നുള്ളൊരു കണക്കിൽ പോവുകയാണ്. ഇവിടെ വരുമ്പോൾ സ്വകാര്യ ബസ്സുകാരുടെ കാര്യത്തിലാണ് ഒരു ചോദ്യചിഹ്നം കിടക്കുന്നത്. അതിനുള്ള മറുപടി സർക്കാർ എന്ത് നൽകുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു സംവിധാനം ഇറങ്ങിയതിന് ശേഷം കുറേ പേര് പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. അതിൽ എനിക്ക് തോന്നുന്ന BJPയുടെ ആളുകളൊക്കെ സ്ത്രീകൾ കുറച്ച് പേര് ബസ്സിലൊക്കെ കയറി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൽ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് ഒരു ചേച്ചി അവസാനം ഒരു പുള്ളിയുടെ ചെവി എന്ന് പറയുന്നത് കേട്ടു, വേഗം നമുക്ക് പോയേക്കാം, ഇവിടെ ആൾ കൂടുന്നുണ്ട്, പ്രശ്നമാകുന്നു. അങ്ങനെയുള്ള കുറച്ച് തമാശകളും കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. തമാശകൾ അവർക്ക് മാത്രമല്ല, നമുക്ക് നമ്മുടെ മന്ത്രിയുടെ തലയിൽ പായസം വീണ കാര്യം വരെ ഭയങ്കര രസകരമായ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നുമല്ല, ഇവിടെ ആകത്തുക നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം ഈ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് KSRTCയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ചാണ്. ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും? സർക്കാർ ആരംഭിച്ച ഈ ഒരു പദ്ധതി എന്തായാലും പകുതിക്ക് വെച്ച് നിർത്തും എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമോ എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ അദ്ദേഹം രാഹുൽ എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടിട്ടുണ്ട്. സൗജന്യ യാത്രാ പദ്ധതി ലഭിക്കുവാൻ പോകുന്നത് 3125 ബസ്സിലാണ്. 437 ബസ്സല്ല കേട്ടോ. ഇത് ശതമാനം എടുക്കുമ്പോൾ കേരളത്തിലെ ആകെ KSRTC ബസ്സുകളുടെ 55% സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുവാൻ പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതിയല്ലേ, ഫ്രീ ബീസ് അല്ലേ, ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി, ഇത് കേവലമായൊരു സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, ശക്തമായ സ്ത്രീ ശാക്തീകരണം ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. അതായത് സ്ത്രീകൾ ഇപ്പോൾ യാത്ര ചെയ്യുവാൻ വേണ്ടി ചിലവഴിക്കുന്ന തുക അതവർക്ക് സേവ് ചെയ്യുവാൻ കഴിയും. അത് മറ്റ് ക്രയവിക്രയങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ സ്ത്രീ ശാക്തീകരണം നടപ്പിലാകുന്നു. ഇതിന് പിന്നിലൊരു പാരിസ്ഥിതിക ലക്ഷ്യമുണ്ട്. ഇപ്പോൾ സ്കൂട്ടറിലുമൊക്കെയായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സൗജന്യ യാത്രാ പദ്ധതി വരുമ്പോഴത്തേക്കിന് KSRTC കൂടുതലായി പൊതുഗതാഗതത്തെ കൂടുതലായി ആശ്രയിക്കും. അങ്ങനെ റോഡിലെ തിരക്ക് കുറയ്ക്കുവാൻ കഴിയും, അതുപോലെ തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കുവാൻ കഴിയും. അപ്പോൾ ഇതിന് പാരിസ്ഥിതികമായ മാനങ്ങളുമുണ്ട്. ഇങ്ങനൊരു സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ മാത്രം ആളുകൾ ബസ്സിൽ കയറുമോ എന്ന് ചോദിച്ച ചില ആളുകളുണ്ട്. അവരോട് പറയാനൊരു കണക്കുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച കേരളത്തിൽ ആകെ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 6.9 ലക്ഷമായിരുന്നു. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയ ഇന്നലെ തിങ്കളാഴ്ച യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 9.62 ലക്ഷമാണ്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം സ്ത്രീകളുടെ യാത്രയിലാണ് വർധനമുണ്ടായിരിക്കുന്നത്. ഇനി ഇന്നലത്തെ ദിവസം മാത്രം കേരളത്തിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ സേവ് ചെയ്യുവാൻ പറ്റിയ തുക 1,43,00,000 ഒറ്റ ദിവസം 1,43,00,000 രൂപ കേരളത്തിലെ സ്ത്രീകൾക്ക് സേവ് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വർഷം എത്ര കോടിയാണ് എന്ന് നിങ്ങൾ സ്വയം കണക്ക് കൂട്ടി നോക്കും. ഈ ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ആകെ 10 കിലോമീറ്ററൊക്കെ ഓടുന്ന ചെറിയ ലോക്കൽ ബസ്സുകളല്ലേ. ഇതൊരു തട്ടിപ്പല്ലേ? ദീർഘദൂര യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ളതായിരുന്നു മറ്റൊരു കുത്തിത്തിരിപ്പ് ചോദ്യം. അതിന് മറുപടിയുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഓർഡിനറി ബസ് ഉണ്ട്. ഏതാണ്ട് 132 കിലോമീറ്ററാണ് ആ ബസ്.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഇദ്ദേഹം കുറെ കണക്കുകളും കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഈ ഈ പ്രിയദർശിനി പദ്ധതിയെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ കേട്ടത്. പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ച് ഇത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ സർക്കാർ വന്നതിന് ശേഷം അവർ പറഞ്ഞ ഒരു വാക്ക് പാലിച്ചു എന്ന് പറയുന്നു. എങ്കിലും അതിൻ്റെ അകത്ത് പിന്നെയും ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ആദ്യം പറഞ്ഞപ്പോൾ ഓർഡിനറി ബസ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ബസ്സുകളിലും ഇത് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് കരുതിയിരുന്നത്. പിന്നീട് അത് അവർ മാറ്റി. പിന്നീട് എന്താ പറയുന്നത്, ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇതിനെതിരെ മറ്റു പാർട്ടിയുടെ ആളുകളൊക്കെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തി. അതൊക്കെ ശരിയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. ഒരു പരിപാടി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മറ്റു വശങ്ങളും ചിന്തിച്ച് പ്രതിഷേധിക്കുക, അല്ലെങ്കിൽ അത് വേറൊന്നുമല്ല, ആ പ്രതിഷേധം പോലും ശരിക്കും എല്ലാ ബസ്സുകളിലും ആക്കണം എന്നുള്ള രീതിയിലാണ്. എല്ലാ ബസ്സുകളിലും ആക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടം പിന്നെയും ഒന്നിനൊന്നിന് കുമിഞ്ഞു കൂടത്തേ ഉള്ളൂ. ഇതിപ്പം കടത്തിന് മേൽ കടം എടുത്ത് വെക്കുന്നതാണ്. അതിനെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇപ്പം എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. പക്ഷേ എല്ലാ വണ്ടിയിലും ഫ്രീ ആയിട്ട് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ആകെ മൊത്തം എന്താ പറയുക, പരിപാടി കട കൂട്ടേണ്ട ഒരു അവസ്ഥ വരും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മുന്നോട്ടേക്ക് ഈ സർക്കാർ ഇതിന് എങ്ങനെയാണ് ഈ ഒരു പ്രിയദർശിനി പദ്ധതിയും കൊണ്ട് എന്താണ് സർക്കാരിന് ഉണ്ടാകുന്ന നേട്ടം എന്നുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ KSRTCയെ സംബന്ധിച്ച് സർക്കാർ ഈ കടം, ഈ സ്ത്രീകൾക്ക് സൗജന്യമായി കൊടുക്കുന്ന ടിക്കറ്റുകളുടെ പണം സർക്കാരിന്റെ ഖജനാവിൽ നിന്നും KSRTCക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. അവിടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആകെ മൊത്തം നോക്കുമ്പോൾ KSRTC ലാഭത്തിലാക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെ ചുറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.